ലോകത്തിൻ്റെ നാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, ഞാനിപ്പോൾ മാഹി പാലത്തിൻ്റെ അവിടെ പണി നടക്കുന്നതുകൊണ്ട് നാദാപുരം വഴി പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. അവിടെ എത്തുന്നതിന് മുൻപ് ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി കാണും. അപ്പോൾ വള്ളിക്കാടിന് മുൻപുള്ള ഒരു മസ്ജിദിൽ ഞാൻ നമസ്കരിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അവിടെ എല്ലാവരും ഇശാ കഴിഞ്ഞിട്ടും ഒരുപാട് നേരം ആരാധനകളും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരു മസ്ജിദാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ നമ്മുടെ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനും അവിടെ പരമാവധി ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെ ഇരുന്ന് അങ്ങനെ ആരാധനകളും കാര്യങ്ങളൊക്കെ ഈ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അവർ എല്ലാവരും കൂടി നല്ലൊരു ഭക്ഷണം പുറത്തൊരുക്കി വെച്ചിരിക്കണം. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ അവിടെ ഉള്ള ആളുകളെല്ലാവരും ആ ആരാധനകൾക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നതും ഞാൻ കണ്ടു. അപ്പോൾ അവർ എനിക്കും ഒരു ചെയർ അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരെന്നോട് ചോദിക്കുകയാണ്, നിങ്ങളിന്ന് എവിടെയാണ് കിടക്കുക? നമ്മൾ അങ്ങോട്ടല്ല ചോദിക്കണം, അവരിങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല, എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലം കണ്ടെത്താം എന്നുള്ള ഒരു ഇതിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിന്ന് ഒരു മസ്ജിദ് നമുക്ക് കാണിച്ചു തരാം. ആ മസ്ജിദിൽ അവർ അപ്പം തന്നെ അവിടുന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഏകദേശം 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു മസ്ജിദുണ്ട്. ആ മസ്ജിദിൻ്റെ പേര് അലി ഇബിൻ അബി താലിബ്. സഹാബിമാരുടെ പേരാണ്. ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം അതുപോലെ തന്നെ സഹാബിമാരുടെ സ്വഭാവമാണ്. അപ്പം അവരെന്നോട് പറഞ്ഞു, ഈ ഒരു മസ്ജിദിലെ ഖത്തീബിന് അതുപോലെ ഇവിടുത്തെ മോദിന് വിളിച്ച് പറഞ്ഞു ഗേറ്റ് തുറന്നിടണം, ഇങ്ങനൊരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ പുറത്ത് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ആ സ്ഥലവും ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതാണ് അലി ബിൻ അബി താലിബ് മസ്ജിദ്, ജുമാ മസ്ജിദാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ തന്നെ ജുമാ നമസ്കരിച്ചിട്ട് പോകാമെന്ന് കരുതി. നല്ലൊരു റാഹത്തുള്ള ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം പോലെ തന്നെ നല്ല ബർക്കത്തുള്ള ഒരു പള്ളി. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഈ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ഉറങ്ങാനുള്ള ഒരു സ്ഥലം കിട്ടി. ഇപ്പോൾ നല്ല വേനൽക്കാലം ചൂടിൽ പിടിച്ച സമയമാണല്ലോ. അപ്പോൾ ഇത്രയും വലിയൊരു സ്ഥലം എനിക്ക് തന്നു. വളരെ സന്തോഷമായി. രാത്രി ഭക്ഷണവും കഴിച്ചു. ഇപ്പം ഇന്ന് അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഡ്രസ്സ് കഴുകാനോ കുളിക്കാനോ ഒക്കെ ഉള്ള സൗകര്യം അതൊക്കെ ഉണ്ട് ഇവിടെ. എന്നിട്ട് ഈ ഗേറ്റ് പൂട്ടുന്നത് ഞാനാണ്. അകത്തുനിന്ന് ഗേറ്റ് കുറ്റിയിട്ട് ഞാനിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ മസ്ജിദ് പരിപാലനം എന്ന് പറയുമ്പോൾ ആളുകളുടെ വിചാരം മസ്ജിദിനകത്തെ കാർപ്പറ്റ് പരിപാലനമാണെന്നാണ് പല ആളുകളുടെയും വിചാരം. അവർക്കറിയില്ല കാർപ്പറ്റിൽ ചളിയാവാതെ സൂക്ഷിക്കാനാണ് പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്നാണ് പല ആളുകളുടെയും വിചാരം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു പാവപ്പെട്ട ആളെ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളെ, കഷ്ടപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ അവരെ സഹായിക്കും. അതുപോലെ ആരെങ്കിലും ഒരാൾ നമസ്കരിക്കാൻ ഉദ്ദേശിച്ച് വന്നാൽ അവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കലാണ് മസ്ജിദ് പരിപാലനത്തും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ട് മുതലേ അങ്ങനെയായിരുന്നു. സഹാബിമാരുടെ കാലത്ത് അങ്ങനെയായിരുന്നു. വഴിയാത്രക്കാർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ ഒരാൾക്ക് നമസ്കരിക്കാൻ സാധിച്ചില്ല സമയത്തിന്, അപ്പോൾ അയാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മസ്ജിദ് കാണുമ്പോൾ അവിടെ അയാൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അതാണല്ലോ മസ്ജിദിൻ്റെ ഉദ്ദേശം. ഇനി അദ്ദേഹത്തിന് ക്ഷീണിതനാണെങ്കിൽ റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ യാത്ര വെയിലത്താണെങ്കിൽ കുറച്ച് നേരം ഒരു തണലത്തിരിക്കാനോ ഒക്കെയുള്ള സൗകര്യം ഈ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, മസ്ജിദ് മാത്രമല്ല ക്ഷേത്രങ്ങളായാലും ചർച്ചുകളായാലും ഒക്കെ ആളുകൾക്ക് സൗകര്യം, ആളുകൾക്ക് സേവനം ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ വേണം ഈ വക കാര്യങ്ങളുടെയൊക്കെ ഭരണം ഏറ്റെടുക്കാൻ. അപ്പോൾ എന്നാലേ ആ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു ബർക്കത്തും അതിൻ്റെ ആ സ്ഥാപനങ്ങളുടെ ഉപയോഗം ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഒരുപാട് ആളുകൾ ഇങ്ങനെ എന്നെ വിമർശിക്കാറുണ്ട്, ഇയാൾ പള്ളികളെ കുറ്റം പറയുന്ന ഒരാളാണല്ലോ. പള്ളികളെ കുറ്റം പറയുന്നതല്ല, അവിടുത്തെ ഭരണത്തിൻ്റെ രീതികൾ നന്നാക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ലാതെ എനിക്ക് ഏതൊരു പാർട്ടി, ഇപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇപ്പോൾ ഏതെങ്കിലും ഒരു സുന്നി മസ്ജിദിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ പറയും ഇവൻ വഹാബിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സലഫി മസ്ജിദിൻ്റെ പോരായ്മകൾ, ഗേറ്റിൻ്റെ അവിടെ ടൈം എഴുതിയിടുക, ഗേറ്റ് തുറക്കുന്ന സമയം അടയ്ക്കുന്ന സമയം, അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് വേദന കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ആളുകളുടെ വിചാരം ഇവൻ സലഫിക്കെതിരായിട്ടുള്ള വേറൊരു ടീമാണ്, അതിന് വേറെ എന്തൊക്കെയാണ് പറയുന്നറിയില്ല. എനിക്ക് പാർട്ടികളും അതുപോലെ ഇങ്ങനെയുള്ള വിഭാഗീയതയൊന്നും അറിയില്ല, അതിൻ്റെ വ്യത്യാസങ്ങളും അറിയില്ല. ഇന്നലെ വഴിയിലൊരാൾ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു സലഫി മതവിശ്വാസിയാണ്.
സലഫി വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചാണ് ആളോട്. അപ്പോൾ ആൾ പറഞ്ഞു സലഫികൾ സാധാരണ ഷിർക്ക് ചെയ്യാറില്ല. അപ്പോൾ ഷിർക്ക് ചെയ്യാത്തവരൊക്കെ സലഫികളാണോ? അതെ, എന്നാൽ ഞാനും സലഫി തന്നെയാണ്, ഞാനും ഷിർക്ക് ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആളുകളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഈ ഖുറാൻ്റെ പരിഭാഷകൾ ഇവർ വായിക്കുന്നുണ്ടോ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ, വെറുതെ ഓതിക്കൊണ്ടിരിക്കുകയാണോ ഒന്നും അറിയില്ല. എന്തായാലും ഇതൊക്കെ ഈ പ്രവർത്തനങ്ങൾ, ദീനീ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ മാതൃകയാവേണ്ട ആളുകളാണ്. നമ്മൾ മാതൃകയായിട്ട് നമ്മുടെ മാതൃക കണ്ട് മറ്റുള്ള ആളുകൾ ആകൃഷ്ടരായി അവരിങ്ങനെ വിളക്കിൻ്റെ അടുത്തേക്ക് ഈയാമ്പാറ്റകൾ വരുന്നത് പോലെ ആളുകളുടെ ഈ പ്രകാശം കണ്ടിട്ട് ഓടിക്കൂടേണ്ട ആളുകളാണ് ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയും, ആളുകളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, ആളുകളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ തന്നെ മുഖത്തുള്ള പ്രകാശം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തായാലും ഈ പള്ളിയിൽ ഇന്ന് ജുമാ നമസ്കരിച്ചതിന് ശേഷം പോകാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ വടകരയിൽ ഞാൻ രാത്രി ഏകദേശം ഒരു 8-9 മണിയായി എത്തുമ്പോൾ. അപ്പോൾ അവിടെ ഒരു മസ്ജിദിലും തുറന്നിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് ഒരു മസ്ജിദ് എത്തി. അപ്പോൾ അവിടെ ഗേറ്റ് തുറന്ന് കിടക്കുന്നത് കണ്ടു. അപ്പോൾ നേരെ അകത്ത് ചെന്നു, അവിടെ ആരുമില്ല. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ അവിടെ നടത്തി, വളരെ സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനവിടെ കുളിക്കുന്നത് ഉള്ളിലുള്ള ആളുകൾ അറിഞ്ഞു. അപ്പോൾ അവർ വന്ന് നോക്കി. അപ്പോൾ എന്തായാലും ഒരാൾ കുളിക്കുകയാണ്. അപ്പോൾ അതിനുള്ള സമയം വരെ അവർ കാത്തു നിന്നു. അതിന് ശേഷം അവരെന്നോട് പറഞ്ഞു ഇവിടുത്തെ നിയമം അനുസരിച്ച് ഗേറ്റ് അടയ്ക്കണം. അപ്പോൾ ഞാൻ ഗേറ്റ് അടച്ചോളും, ഞാൻ അതിൻ്റെ അകത്ത് കിടന്നോളാം. അപ്പോൾ പറഞ്ഞു അത് അനുവദിക്കാൻ നിർവാഹം ഇല്ല. ശരി, വേണ്ട. ഞാൻ പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. ഒരു വളരെ നല്ലൊരു മനുഷ്യനാണ്, പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. എൻ്റെ ആ നിപ്പ് കണ്ടപ്പോൾ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു. ബഷീർ ഭായ് ആണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളെന്താ അവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു ഒരു സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ ഈ വണ്ടിയിനകത്ത് തന്നെ കിടക്കാം. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു നമ്മുടെ നാട്ടിൽ വടകരയിൽ വന്നിട്ട് നിങ്ങൾക്ക് കിടക്കാൻ സ്ഥലം കിട്ടാതിരിക്കേ, ഇവിടെ അങ്ങനത്തെ സ്ഥലമല്ല എന്ന് പറഞ്ഞ് എന്നോട് വണ്ടിയുടെ ബാക്കിൽ കയറാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 10-15ഓളം മസ്ജിദുകളിൽ ഞങ്ങൾ കയറി. അവിടെയൊക്കെ ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ആർക്കും നമ്മുടെ കാര്യം മനസ്സിലാവണില്ല. അപ്പോൾ ആൾ പറയുകയാണ് ഇങ്ങനെയാണോ ഈ പള്ളി പരിപാലനവും കാര്യങ്ങളൊക്കെ? അദ്ദേഹത്തിന് അപ്പോഴാണത് മനസ്സിലാവുന്നത്. അതിൻ്റെ ആ ഒരു പുറത്ത് ഒരാൾ ആ സമയത്ത് രാത്രി പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ അദ്ദേഹത്തിന് മനസ്സിലാവും. അവസാനം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളൊരു മസ്ജിദ് ഉണ്ട്. അവിടെ ചെന്നിട്ട് അവിടെ ഇതുപോലെ ഗേറ്റ് തുറന്ന് കിടക്കുന്നു. അപ്പോൾ അവിടെ വരാന്തയിൽ കിടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു മസ്ജിദല്ല, ഇവിടെ നിങ്ങൾക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ വിരിപ്പും കാര്യങ്ങളൊക്കെ വിരിച്ച് ഞാനവിടെ കിടന്നതിന് ശേഷമാണ് അദ്ദേഹം പോയത്. അപ്പോൾ അദ്ദേഹം പോകുന്ന വഴിക്ക് പറഞ്ഞു ഞാൻ ഇനി ഇവിടുത്തെ കമ്മിറ്റി ആളുകളെയും കൂടി വിളിച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ദയവ് ഇത് ആരെയും വിളിക്കരുത്, വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ ആവില്ല സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, അങ്ങനത്തെ ആളുകളൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പോയി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞാനൊന്നിങ്ങനെ ഉറങ്ങി തുടങ്ങി. ആ സമയത്തുണ്ട് സ്കൂട്ടറിൻ്റെ ശബ്ദം, ഇയാൾ വരുന്നു. അപ്പോൾ ആൾ വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ? വിളിച്ചു. വിളിച്ചപ്പോൾ അവർ പറയാണ് ഈ ആളുടെ ആശയം നമ്മുടെ ആശയമായിട്ട് പൊരുത്തപ്പെട്ട് പോകുമെന്ന് സംശയമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിനോട് അവിടെ കിടക്കണ്ട എന്ന് പറയും. അപ്പോൾ ആശയം അവരുടെ ആശയമായിട്ട് പൊരുത്തപ്പെട്ട് പോകുമെന്ന് സംശയമുണ്ടെന്ന്, അതായത് ആശയത്തിനെ പറ്റി അവർ പഠിച്ചിട്ടുമില്ല, മനസ്സിലാക്കിയിട്ടുമില്ല, ഒന്നുമില്ല. ആ സംശയത്തിൻ്റെ പേരിൽ അവിടെ കിടക്കണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയും ഇതെന്ത് മനുഷ്യരത്? അപ്പോൾ ഞാൻ ആ പള്ളിയുടെ പേരൊന്നും പറയുന്നില്ല, ഇനിയിപ്പോൾ അത് പറഞ്ഞൊന്നുണ്ട്, കുഴപ്പം വേണ്ട. അങ്ങനെ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. അവസാനം ഞാൻ എൻ്റെ വണ്ടിയുടെ അടുത്ത് തന്നെ കൊണ്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് വിട്ടു. അവിടെ അടുത്തുള്ള ഒരു കടത്തിണ്ണയിൽ കിടന്ന് നേരം വെളുത്തപ്പോൾ പിന്നെ വീണ്ടും പള്ളി ഒരു 4 മണിക്ക് എനിക്കൊരു തഹജ്ജുദ് നമസ്കാരമുണ്ട്, അതിന് പറ്റിയില്ല. സമയം കുറച്ച് വൈകി തുടങ്ങിയ പള്ളി ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പല്ലേ ഗേറ്റ് തുറക്കുള്ളൂ. അങ്ങനെ ആ ഗേറ്റ് തുറന്നു. സുബഹി നമസ്കാരത്തിനുള്ള കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടും എനിക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നമസ്കാരത്തിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടും, അതിൻ്റെ ദോഷം ആരാണോ ഗേറ്റ് അടച്ചിട്ടത് അവർക്ക് കിട്ടിക്കോട്ടെ, അത് സർവശക്തനായ നാഥൻ തീരുമാനിക്കട്ടെ.
അപ്പോൾ അങ്ങനെ ആളുകൾക്ക് നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കലാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കലാണ് മസ്ജിദുകളുടെ ചുമതല. അവരെ നമസ്കാരം മുടക്കലാണ് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളും അല്ല ഞാൻ പറയുന്നത്, നല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ പല ആളുകൾക്കും അറിവിൻ്റെ കുറവ് ധാരാളമുണ്ട്. അപ്പോൾ ഇവിടുത്തെ പരിചയപ്പെട്ട ആളുകളുടെയൊക്കെ പരമാവധി ആളുകളുടെയൊക്കെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. എന്നാലും ഇന്നത്തെ നമ്മുടെ സത്യവേദസാരങ്ങളുടെ 14ാമത്തെ പേജാന്ന് തോന്നുന്നു ഇന്ന് വായിക്കേണ്ടതല്ലേ, അത് നമുക്ക് വായിക്കാം. എന്തായാലും എല്ലാവർക്കും ഒരു ജുമ മുബാറക്ക് നേർന്നുകൊണ്ട്, അതുപോലെ എൻ്റെ സഹോദര മതസ്ഥരായ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാവർക്കും സത്യം മനസ്സിലാക്കാനുള്ള അവസരം ലഭിക്കട്ടെ. അത് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാനുള്ള അവസരവും സർവശക്തനായ നാഥൻ തന്നെ തരണം. സർവശക്തനായ നാഥൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും.